ഭക്ഷണം തന്നെ മരുന്നാകുക, മരുന്ന് ഭക്ഷണം പോലെ ആകാതിരിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. പലപ്പോഴും നമ്മുടെ പല ചികിത്സാ വിധികളിലും ഒരു ഇൻവാസീവ് പ്രൊസീജിയർ ഒഴിവാക്കാൻ നല്ല ഭക്ഷണത്തിന് കഴിഞ്ഞേക്കും. ചില തെറാപ്പറ്റിക് ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാനായിട്ട് നല്ല ഭക്ഷണത്തിന് കഴിഞ്ഞേക്കും. ന്യൂട്രീഷണൽ ഫുഡ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ രോഗാവസ്ഥയിലാണെങ്കിലും അങ്ങനെ ആകാതിരിക്കാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 19th സ്റ്റാൻഡേർഡ് COP19 ന്യൂട്രീഷണൽ തെറാപ്പി ഡിസ്കസ് ചെയ്യുന്നതാണ്. അതൊരു തെറാപ്പി തന്നെയാണ് കേട്ടോ, ചികിത്സാ വിധിയുടെ പാർട്ടാണ്. ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു വൈറ്റൽ വേരിയേഷൻ, കെമിക്കൽ വേരിയേഷൻ ലാബ് റിസൾട്ടിൽ കൂടെ നമ്മൾ കാണുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രീഷണൽ റിസ്കിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ന്യൂട്രീഷ്യൻ്റെ സപ്പോർട്ടോടുകൂടി ന്യൂട്രീഷണൽ സ്ക്രീനിങ് നടത്തി അവർക്ക് ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് കൊടുത്താൽ ആ ന്യൂട്രീഷൻ റിസ്ക്, ആ ഒരു ഡിസീസിൻ്റെ റിസ്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് വിളിക്കാം. ചിലപ്പോൾ ചികിത്സ ആ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റോടുകൂടി പൂർത്തീകരിക്കാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു വേഴ്സ് സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്തെടുത്ത് നല്ലൊരവസ്ഥയിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു റിട്ടൺ ഗൈഡൻസ് ഉണ്ടാവണം, ഡയറ്റ് പ്ലാൻ ഉണ്ടാവണം. ഒരു പേഷ്യൻ്റെ പർട്ടിക്കുലർ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്, ഇനി അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് ലിമിറ്റേഷൻസിനെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. COP19 ന്യൂട്രീഷണൽ തെറാപ്പി ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യൻസ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് കൊളാബറേറ്റീവ്ലി എന്നാണ് പറയുന്നത്. അതിനകത്ത് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റും കമ്മിറ്റ്മെൻ്റാണ്. ഈ 5 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഒറ്റ കാര്യത്തെ തന്നെയാണ് വിശദമാക്കുന്ന 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഈ ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന ന്യൂട്രീഷണൽ റിസ്ക് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ നമ്മുടെ ഓർഗനൈസേഷനിൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ അത്തരത്തിലൊരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവണം. ആ ഒരു ന്യൂട്രീഷണൽ ഡയറ്റിൻ്റെ സ്ക്രീനിങ് പ്രോസസ്സിൽ കൂടെ അവരുടെ ന്യൂട്രീഷണൽ റിസ്ക് ഫൈൻഡ് ചെയ്യാനും അതിന് കൃത്യമായൊരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാവണം. ആ പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് കൃത്യമായ ഡോക്യുമെൻ്റഡ് ഡയറ്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കുക. ഫാമിലിയാണ് അവരുടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവരുടെ ഡയറ്റ് ലിമിറ്റേഷൻസ് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. COP19